അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ദാലിലേക്കൊന്ന് കറങ്ങുക, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കുക. അങ്ങനെ ഞങ്ങൾ ഏകദേശം 4 മണി സുബഹിക്ക് 4 മണിക്കാണ് ഏറ്റവും നിസ്കാരം കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ രാവിലെ ദാൽ ലേക്കിലോട്ട് ഇങ്ങനെ പോവാണ്. ഒരു ഷിക്കാര എടുത്തുങ്ങാണ്ട് ദാൽ ലേക്കിലേക്ക് ഞങ്ങൾ അതിരാവിലെ തന്നെ പോകാനുള്ള കാരണം, നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മൾ കച്ചവടം ചെയ്തിരുന്ന അതേ രീതി ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ദാൽ ലേക്കിലോട്ട് പോയിട്ടുള്ളത്. രാവിലെ തന്നെ അവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് ഒരു രക്ഷയിലാണ്. നല്ല അടിപൊളി കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ ചെറിയ വള്ളങ്ങളായിട്ട് ഒരുപാട് ആളുകളെ നമുക്ക് കച്ചവടം ചെയ്യാൻ കാണാൻ കഴിയും കേട്ടോ. ആ മത്തൻ തക്കാളി ഓടുന്ന പച്ചക്കറി മാർക്കറ്റ്. ക്യാമറമാൻ ഷിഹാബിനൊപ്പം ഷിബു, അജു, സുഹൈൽ ആൻഡ് ഹമീദ് കാർ. ഒന്നും നോക്കില്ല, രാവിലെ തന്നെ നല്ലൊരു അടിപൊളി ചായ കുടിച്ചുകൊണ്ട് മനസ്സും എല്ലാം ഒന്നും ഇങ്ങോട്ട് എന്താ പറയാ റീഫ്രഷ് ആക്കി. ഒരുപാട് വെറൈറ്റി ചായകളുണ്ട്. കാശ്മീരി ചായ ഉണ്ട്, രാവിലെ തന്നെ പിന്നെ വാൾനട്ട് കൊണ്ടുള്ള ചായകളുണ്ട്. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങളെല്ലാവരും ഓരോരോ ചായകളാണ് എടുത്ത്. അങ്ങനെയൊക്കെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം എന്തായാലും ആ ഷിക്കാരിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങിങ്ങാണ്ട് ഞങ്ങൾ പുറത്തു കൂട്ടിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങി. ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ ഭയങ്കര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഏരിയയിൽ നിന്നും കണ്ട ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ വള്ളങ്ങളിലായിട്ട്. ഇത് കണ്ടോ, ഒരു വെല്ലിപ്പ വരുന്നു, പച്ചക്കറിയും പടവലവും കാര്യങ്ങളൊക്കെ ഏറ്റിങ്ങാണ്ടാണ് വരുന്നത്. ഇവിടെ പച്ചക്കറി കൃഷിയൊക്കെ ഭയങ്കര രസമാണ്. ഏകദേശം വള്ളത്തിന്റെ മുകളിലായിട്ട് കൃഷിയൊക്കെ ചെയ്യണത്. ഇത് ഇവര് ജീവിതമാർഗമായിട്ടുള്ളതാണോ അതോ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയാണ് കാണാൻ. നമ്മുടെ പഴയകാല രീതികളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഓരോ ആണല്ലേ പടവലം, അതുമാതിരി തന്നെ പീച്ചക്ക, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഓരോരോ വള്ളങ്ങളിലും. ഇതാണല്ലേ ഞങ്ങൾ പീച്ചക്കയാണ് തൂക്കണത്. പീച്ചക്ക തന്നെ ഉള്ളത്. അയ്യോ, അതാണ് ശരിക്കും ഒരു പച്ചക്കറി കട. എല്ലാം ഉണ്ട്. പച്ചമുളകില്ല കേട്ടോ. ഇല്ല. അങ്ങനെ രാവിലത്തെ അവിടെ ഉള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ വെച്ചെങ്ങാണ്ട് ഞങ്ങൾ വീണ്ടും ദാൽ ലേക്കിൽ വേറൊരു വഴി കൂടി ഇങ്ങനെ നമ്മൾ കയറിയ ഭാഗത്ത് വരും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ കപ്പിത്താന്, റഫീഖ് ഭായ് എന്നാണ് ആളുടെ പേര്. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഓരോ വള്ളങ്ങളിലും ആളുകൾ കച്ചവടം, ഇതൊക്കെ ചായ കച്ചവടം. പക്ഷെ ആളുകളൊന്നും നമ്മളെ നിർബന്ധിക്കണം കാര്യങ്ങളൊന്നുമില്ല. അതാകണം അപ്പുറത്ത് വേറെ വെല്ലിപ്പ വള്ളം തുഴഞ്ഞ് കണ്ടു കിടക്കണം. ഇതൊക്കെ ഹോം സ്റ്റേകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഒരുപാട് ഫാമിലീസും കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ താമസിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ തിന്നുങ്ങാണ്ട് സൊയിലാണ് കാര്യമായിട്ട് ഞങ്ങളെ വേണ്ടമൃഗം. നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളും. പിന്നെ നമ്മുടെ ഹമീദ് ക പയ്യോളിയിലുള്ള. അങ്ങനെ ഞങ്ങൾ ഏതായാലും ദാൽ ലേക്കിലൂടെയുള്ള യാത്ര ഇങ്ങനെ റൂം ലക്ഷ്യമായി കൊണ്ടുങ്ങാണ്ട് ഇങ്ങനെ പോവാണ്. നല്ല ചെറിയ ചെറിയ ഗ്യാപ്പുകളിലൂടെയൊക്കെ ഇതാക്കണു. ആ ഗ്യാപ്പ് കൂടിയൊക്കെ ചെറിയ ചെറിയ വീടുകളും ഉണ്ട് ആ ഭാഗത്ത് കൂടെയൊക്കെ. എന്തായാലും ഞങ്ങളിങ്ങനെ ആസ്വദിച്ചും കണ്ട് ഇങ്ങനെ പോരുകയാണ്. ഹമീദ് ക, ഞാന്, അജു, ഷിബു, സൊയില്. അവസാനം ഞങ്ങള് റൂമിനവിടെ എത്താൻ നേരത്താണ് ഒരാള് വെള്ളം കൊണ്ട് വരുന്നത്. ആള് ഞങ്ങളോട് പറഞ്ഞ് മറ്റേ കുങ്കുമം ഉണ്ടല്ലോ, അത് ഒറിജിനലും ഇതൊക്കെ കാണിച്ചു തരാറുണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പൊ അയാള് നമ്മള് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്നുണ്ടെങ്കിലും ആള് നമുക്ക് കാണിച്ചു തരാണ് ഒറിജിനൽ തിരിച്ചറിയാന്നുള്ളത്. ये ओरिजिनल है? चलो ये हो गया पैसा. അങ്ങനെ ആള് കച്ചവടം നടത്തിങ്ങാണ്ട് തിരിച്ചു പോവാണ്ടോ. പിന്നെ ഞങ്ങൾ ഏകദേശം റൂമിൽ പോയി. അങ്ങനെ ഞങ്ങൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ റൂമിന്റെ അടുത്തുള്ള, ഞങ്ങൾ താമസിച്ചതിന്റെ അടുത്തുള്ള ഏരിയകളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങി. ഇതൊക്കെ ആളുകൾ അവളുടെ വീട്ടിലോട്ട് പോവാട്ടോ, അല്ലാതെ വെറുതെ തുഴഞ്ഞിങ്ങാണ്ട് നടക്കുന്നല്ല. ആളുടെ വീടും കാര്യങ്ങളൊക്കെയാണ് ആ കാണുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ആളുകളൊക്കെ നമ്മൾ ശരിക്കും കുട്ടനാട്ടിൽ എങ്ങനെ ആളുകൾ താമസിക്കണേ അതേ ഒരു ലൈഫ് തന്നെയാണ്. ഇതൊക്കെ ഒരു വീട്ടിലോട്ടുള്ള വഴിയാണ് ഇതായി വരുന്നതൊക്കെ. നല്ല അടിപൊളിയാണ്. ഫോട്ടോ എടുക്കാനൊക്കെ കിടിലനാണ്, ഒരു രക്ഷയില്ല. എന്തായാലും ഞങ്ങൾ 3 ആള് കുറച്ച് കാറ്റൊക്കെ കൊണ്ടുങ്ങാണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു.
ഒരു വീട്ടിലോട്ട് പോണ വഴിയിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളുടെ അടുത്ത പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തുങ്ങാണ്ട് നമ്മുടെ വിധി പോലെ ഇരിക്കും. നമ്മുടെ പെരീന്ന് വിളിച്ചാണ് സമാധാനമല്ല ഇവിടെ വെറുതെ ആൾക്കാർ പറയണതാണ്. നമുക്ക് അതിൽ ആർമിക്കാരുണ്ടെങ്കിലും ഓൽക്ക് വലിയ ഇതൊന്നുമില്ല. ഇവിടെ അങ്ങനെ പോകും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇതിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂമിലോട്ട് തന്നെ നടന്നു പോവാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു വൈബായിരുന്നു അവിടെ കുറച്ച് നേരം വരുന്നപ്പോൾ.